വനിതാ ഏകദിന ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഇന്ത്യ വൈസ് ക്യാപ്റ്റനായ സ്മൃതി മന്ദാന. ഇന്ത്യ വിജയിച്ച ഈയൊരു മത്സരത്തിൽ 95 പന്തുകളിൽ നിന്നും 4 സിക്സും 10 ഫോറും അടക്കം 109 റൺസാണ് മന്ദാന നേടിയത്. ഏകദിന കരിയറിലെ സ്മൃതി മന്ദാനയുടെ 14ാം സെഞ്ചുറിയായിരുന്നു പിറന്നത്. ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമെന്ന നിലയിൽ റെക്കോർഡിൽ 2ാം സ്ഥാനത്ത് ആണ് സ്മൃതി മന്ദാന. ഈ ഒരു റെക്കോർഡിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ഇതിഹാസ താരമായ 15 സെഞ്ചുറികൾ നേടിയ മെക് ലാനിനാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ഏകദിന പരമ്പരയിലെ 2ാം മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ട് പരമ്പര നഷ്ടമാക്കിയിരുന്നു. അഡ്ലൈഡിൽ നടന്ന മത്സരത്തിൽ 2 വിക്കറ്റിനായിരുന്നു ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഈ ഒരു മത്സരത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ കരകയറ്റിയത് രോഹിത് ശർമ്മയുടെയും ശ്രേയസ് അയ്യരുടെയും കൂട്ടുകെട്ടായിരുന്നു. ഇരുവരുടെയും കൂട്ടുകെട്ടിൽ 118 റൺസാണ് പിറന്നത്. രോഹിത് ശർമ്മ 73 റൺസും ശ്രേയസ് അയ്യർ 61 റൺസുമാണ് നേടിയത്. ഇരുവരുടെയും ബാറ്റിങ്ങിനിടയിൽ നടന്ന തർക്കം ഇപ്പോൾ സ്റ്റംപ് മൈക്കിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. സിംഗിൾ എടുക്കാത്തതിൻ്റെ പേരിലായിരുന്നു ശ്രേയസ് അയ്യരും രോഹിത് ശർമ്മയും പരസ്പരം കൊമ്പുകോർത്തത്. അതൊരു സിംഗിൾ ആയിരുന്നു എന്ന് രോഹിത് ശർമ്മ ശ്രേയസ് അയ്യരിനോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തരുത് എന്നായിരുന്നു ശ്രേയസിൻ്റെ മറുപടി. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.